ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ നോമ്പ് രണ്ടാമത്തെ നോമ്പായിട്ടോ. അൽഹംദുലില്ലാഹ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ സമയം 4:15 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എണീച്ചൊരു സമയം എണീക്കുമ്പോൾ 4:15 എന്തായാലും ടൈം മറന്നു പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് ഒന്ന് ഫ്രഷായി പല്ല് തേക്കലും ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. മുഖത്ത് നിന്ന് ഉറക്കക്ഷീണമൊന്നും മാറിയിട്ടില്ല കേട്ടോ. കുറേ നാളായിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, സുബഹിക്ക് എണീക്കും കിടക്കും എന്നല്ലാണ്ട് ഇങ്ങനെ പൊലിച്ചൊക്കെ എണീച്ച് അത്താഴത്തിന് ചോറ് അങ്ങനെ ഒന്നും കഴിക്കലില്ലല്ലോ. അങ്ങനെ പിന്നെ തലേന്നത്തെ അധികവും ഞങ്ങൾ അത്താഴത്തിന് തലേന്നത്തെ ഫുഡ് എന്താ അതന്നെ ആയിരിക്കും കേട്ടോ അത്താഴത്തിനും കഴിക്കാറ്. അങ്ങനെ പത്തിരിയും കോഴിക്കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ കെട്ടി ഞാൻ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പുതിയ ശീലമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പക്കുമ്പോൾ നോക്കുമ്പോൾ പക്കുമ്പോൾ നല്ല ഉറക്കിലാണ്, ഉറക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടെ സുബഹിയൊക്കെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കിടന്ന് പിന്നെ ഇതാ രാവിലെ പക്കുമ്മ അംഗൻവാടി പോവാണ് കേട്ടോ ഉമ്മാൻ്റെ കൂടെ. അതായത് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴുള്ള ജ്യൂസൊക്കെ നേരത്തെ അടിച്ചു വെക്കാമെന്ന് വിചാരിച്ച്. കാരണം ഞാൻ തന്നെ വീട്ടിലുള്ളൂ, ഉമ്മ അംഗൻവാടി പോയിട്ടുണ്ട്, പിന്നെ ഉപ്പയും പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് വീട്ടിലുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ജ്യൂസൊക്കെ കുറച്ച് നേരത്തെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പണിയൊന്നും നോക്കണ്ടല്ലോ. അപ്പം ഇന്ന് വത്തക്കയാട്ടോ ഉള്ളത്. അങ്ങനെ ഞാൻ വിചാരിച്ചു വത്തക്ക എന്തായാലും ഫുള്ളൊന്നും വേണ്ട, ഉപ്പ് എന്തായാലും പള്ളിയിലേക്ക് നോമ്പ് തുറക്കാൻ പോകും. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും ഉമ്മാക്കുള്ള വത്തക്ക ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതിൻ്റെ പണി നോക്കാം. ഞാൻ ഒറ്റക്കുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കടികളും കാര്യങ്ങളും ഞാൻ ഇന്നത്തെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ കാര്യമായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കിയില്ല. എന്താ വെച്ചാൽ നമുക്ക് ഞങ്ങൾ തന്നെയാണല്ലോ, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അധികമൊന്നും വേണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരും അല്ല, കുറവാണ് എല്ലാവരും. എൻ്റെ ഉമ്മയ്ക്കാണെങ്കിലും പ്രത്യേകിച്ച് ഫുഡൊക്കെ കഴിക്കൽ ഭയങ്കര കുറവാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വത്തക്ക കുറച്ചുണ്ട് വത്തക്ക, പക്ഷെ അത് തികച്ചൊന്നും എടുക്കുന്നില്ല. കുറച്ചൊന്ന് ജ്യൂസ് അടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു പണി നോക്കണ്ടല്ലോ. പിന്നെ ബാക്കി ഇന്നലത്തെ അതേപോലെ കല്ലുമ്മക്കായയുടെ ഞങ്ങൾ ആവിക്ക് വെച്ച് വേവിച്ച മസാല ആക്കാത്ത കല്ലുമ്മക്കായ ഉണ്ട്. അപ്പോൾ അതും ഫ്രൈ ചെയ്യാനുള്ള ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അതൊന്നും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ ഞാൻ കായ്പോൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇനിയിപ്പം അതിനേക്കുള്ള എഗ്ഗും കൂടെ വേണം. ഒരു എഗ്ഗുള്ളൂ, 1-2 കൂടെ വേണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉപ്പ വന്നിട്ട് അതും കൂടെ കൊണ്ടുവന്നിട്ട് ഇതാക്കാം. പിന്നെ ഓഫ്കോഴ്സ് എന്നത്തെയും പോലെ നൈസ് പത്തിലാണ് കേട്ടോ. ഞാൻ ഇന്നലെ മറ്റേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കെന്തായാലും എന്താ പറയുക, ഇങ്ങനെ രാവിലെ അത്താഴത്തിന് എണീക്കുന്നതൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. ഇന്നലെ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ടായില്ല. പുറത്ത് പോക്കും തിരിച്ചു വരുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുമല്ല പിന്നെ രാവിലെ എഴുന്നേറ്റപ്പം അതിനുള്ള വലിയ എന്താ പറയുക ഉറക്കപ്പിച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും എനിക്കൊരു ഫുൾ രാവിലെ തൊട്ടുള്ള വ്ളോഗ് എടുക്കണം എന്ന് ഉണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസും കൂടെ നമുക്ക് എന്താ കയ്യിൽ മുറിച്ചിടാം. ഇപ്പം ചൂടായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ തന്നെയാണ് വേണ്ടത്, വേറെ ഒന്നും വേണ്ട എല്ലാവർക്കും. എനിക്ക് വത്തക്കേൻ്റെ ജ്യൂസിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. എനിക്ക് നോമ്പ് തുറക്കുമ്പം അധികം എന്താ പറയുക ലൈം കുടിക്കാനാണ് ഇഷ്ടം. എനിക്ക് എന്തായാലും സെപ്പറേറ്റ് ലൈം കലക്കുന്നുണ്ട്. ഇത് പിന്നെ ഉമ്മാക്കും ഉപ്പയും കുടിക്കുമ്പം ഓർക്കൊന്നും അധികം അങ്ങനെ എന്താ പറയുക ലൈമൊന്നും ഇഷ്ടമില്ല. ഉമ്മാക്ക് പ്രത്യേകിച്ച് ഉമ്മ പറയും ലൈമൊക്കെ ഇങ്ങനെ നോമ്പ് തുറന്നേമ്പാട് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് അതിനോടൊന്നും വലിയ ഇതൊന്നുമില്ല, എനിക്കിഷ്ടമാണ്. അപ്പം അധികം പഞ്ചസാര വേണ്ട. എന്താ വെച്ചാൽ ഉപ്പയും ഉമ്മയൊക്കെ അധികം പഞ്ചസാരയൊക്കെ കൂട്ടാത്ത ആൾക്കാരാണ്. ഉപ്പാക്ക് ഷുഗറാണ്, ഉമ്മാക്ക് പിന്നെ ഷുഗറൊന്നുമില്ല, എന്നാലും അങ്ങനെ മധുരം കഴിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. എന്തായാലും ഞാൻ ഇതൊന്ന് മിക്സ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അരിച്ചൊഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ്, കുളിക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. തുണീൻ്റെ വിഷയം തന്നെ ആറ്റിയതാണ്. ഇനിയിപ്പോൾ അതുകൊണ്ടിട്ടൊന്ന് എന്താ പറയുക വിരിച്ചിടണം. അങ്ങനെ കുറച്ചധികം പണിയുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് അരിച്ചിട്ട് എനിക്ക് അരിക്കാണ്ട് കുടിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ അതുമല്ല എനിക്ക് വത്തക്ക ജ്യൂസേ പൊതുവേ ഇഷ്ടമല്ല. ഇനിയിപ്പം വത്തക്ക ജ്യൂസ് ഞാൻ കുടിക്കുന്നതിനെ എങ്ങനത്തെയെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നിലെ കഷ്ണങ്ങളിങ്ങനെ മുറിച്ചിട്ടിട്ട് വെറുതെ നമ്മളിട്ട് അടിക്കൂലേ, ആ ഒരു സംഭവം എനിക്കിഷ്ടം. അല്ലാണ്ട് എനിക്ക് വത്തക്ക ജ്യൂസിനോട് വലിയ താല്പര്യമില്ല.
ഞങ്ങളിവിടെ അതേപോലെ ഇപ്പോൾ കുറേ എന്താ പറയുക പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയുക അടിമുളയെന്ന് ആ ഒരു സംഭവമൊക്കെ ഇല്ലേ ഉപ്പേരിയൊക്കെ വെക്കുന്നത്, അത് അതേപോലെ പച്ചമുളക് തക്കാളി തൈ അതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ തക്കാളി തൈയിലൊക്കെ ഇങ്ങനെ തക്കാളി ആയി വരുന്നുണ്ട്. അതേപോലെ മുളകിൻ്റെ തൈയിൽ നിറച്ച് മുളക് കഴിഞ്ഞിട്ടുണ്ടോ, അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇനി ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് അതിന് വീഡിയോസ് അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് റമദാൻ സ്റ്റാർട്ട് ചെയ്തതല്ലേ, അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം ഇതിൽ കുറച്ചും കൂടെ എന്താ പറയുക കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതെന്തായാലും ഒന്ന് അടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഞാനത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ അല്ല കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. അതേപോലെ ഇപ്പോൾ ഓർമ്മ വന്നാൽ ഞങ്ങൾ പൈനാപ്പിളിൻ്റെ ആ ഒരു ഇതിലും പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട്, ഞാനൊക്കെ കാണിച്ചു കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, പച്ചമുളക് ഇതിലിതാ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, കാണുന്നുണ്ടോ? അതേപോലെ ഇതാ ഇതിലുണ്ടായിട്ടുണ്ട് പച്ചമുളക്, തക്കാളി. ഇതാ ഈ ഒരു മരം ഉണങ്ങിപ്പോയിട്ടോ, അതിൽ കാന്താരീൻ്റെ തയ്യാണ്. അതേപോലെ വേറെ കാണിച്ചു കണ്ടോ, ഞങ്ങളുടെ കാന്താരീൻ്റെ തൈ കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത് ശരിയാവും. അപ്പം ഞാനിവിടെ വേറെ സാധനം കാണിച്ചു തരാം. അതിന് പല പേര് പല നാട്ടിലും പറയുന്നുണ്ട്, എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ പേര് പറയുന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ നല്ലൊരു വെറൈറ്റി പേര് പറയും, പക്ഷേങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ പേരാണോ നിങ്ങളതെന്ന് നമുക്കറിയാലോ. ഇനി ഞാൻ ഞങ്ങളുടെ പൈനാപ്പിൾ കാണിച്ചു തരാം കേട്ടോ. പൈനാപ്പിൾ ഇന്നലെയാണ് കണ്ടത്, ഇങ്ങനെ അതിന്മേലായി വരുന്നത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. കൈതച്ചക്ക, ഫ്രഷ് കൈതച്ചക്ക. ഇത് ഉണ്ടായത് വലുതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം ഇതിങ്ങനെയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ട എന്താ പറയുക ഇങ്ങനെ ഫ്രൂട്ട്സ് ആയാലും സംഭവങ്ങളായാലും ഒക്കെ ഉപ്പ തന്നെ ഇവിടെ നടലുണ്ട് കേട്ടോ. ഇപ്പോൾ പേരക്ക, മാങ്ങ, ചക്ക, പിന്നെ അതുപോലെ അങ്ങനത്തെ പിന്നെ ഒരുവിധം എല്ലാ സാധനവും ഞങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം സപ്പോട്ട, പിന്നെ അതേപോലെ അവക്കാഡോ അതൊക്കെ ഉണ്ട്. ഇപ്പം ഏതാണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ കായ്ച്ചും പൂത്തൊക്കെ അതിൻ്റെ സീസൺ ആകുമ്പോൾ ആവുന്നുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് കേട്ടോ പുറത്തുള്ള വിശേഷങ്ങൾ. ഇനിയിപ്പം ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇനിയിപ്പം ഒന്ന് പോയിട്ട് കുളിക്കണം, അതൊക്കെയാണ്. കുളി കഴിഞ്ഞ് തിരുമ്പാനുണ്ട്, കുളി കഴിഞ്ഞിട്ടില്ല, തിരുമ്പണം, കുളിക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാക്കി കടികളും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം എന്തായാലും കുളിച്ചിട്ട് വരാം. ഞങ്ങളുടെ കൊല കാണുന്നുണ്ടോ? അവിടെ അയ്യോ ഇതെവിടെ മാങ്ങ നോക്കിയേ കണ്ടോ. ഒരുവിധം എല്ലാ സാധനം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബീഫ് കറിയല്ല, ബീഫ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ തേങ്ങ അരച്ച് എന്തായാലും കറി വെക്കും പത്തിരിക്കുള്ളത്. അപ്പോൾ എന്തായാലും ബീഫ് ലേശമുള്ളത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കറിയൊക്കെ കുറച്ച് നേരത്തെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ എനിക്ക് ക്ലാസ് ഉണ്ട്, ഉച്ച കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അവിടെ വേണ്ട സാധനങ്ങളൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലിട്ട് കൊടുത്ത് ബീഫൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. അങ്ങനെയാണ് പിന്നെ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ വലിയ ഇതൊന്നും ഇല്ലാതാ. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങ് വേഗം തീരുമല്ലോ. ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ള പണികളൊക്കെ ഒന്ന് തീർത്ത് വെക്കാൻ. കുറേ ബീഫൊന്നുമില്ല, കുറച്ച് അളഞ്ഞമല്ല, ഞങ്ങൾ കുറച്ച് ആൾക്കാർ 2-3 ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ നോമ്പും കൂടെ ആയിരുന്നു, നമുക്ക് അധികം ഒന്നും പ്രത്യേകിച്ച് വേണ്ടാലോ. ഇനി നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ഈ ബീഫ് വെച്ചിട്ട് വരാം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്ലാസ്സും കഴിഞ്ഞു. ഇന്ന് ക്ലാസ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ തട്ടിക്കുട്ടി കായ്പോളയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ കായ്പോള ഉണ്ടാക്കി വെച്ച് അപ്പം ആ ഒരു പരിപാടിയും തീർത്ത് വെച്ച് ഇതാ ഇവിടെ ഉണ്ട്. ആ പരിപാടിയും തീർത്തു. ഇനിയിപ്പം ബീഫായിട്ടുണ്ട്. ബീഫൊന്ന് ഫ്രൈ അല്ല, ഞാൻ വരട്ടിയതാണ് കേട്ടോ.
അപ്പോൾ അതൊന്ന് എന്താ പറയുക, നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് ഇതാക്കി എടുക്കണം, സെറ്റാക്കി എടുക്കണം. അങ്ങനെ കറിയും അതും ഇതൊക്കെ സെറ്റായി. ഇനിയിപ്പം വൈകുന്നേരത്തേക്കുള്ള നൈസ് പത്തലിൻ്റെ കാര്യം മാത്രം നോക്കാനുള്ളൂ കേട്ടോ. അതെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആവും. ഇപ്പോൾ അവിടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനിയിപ്പം കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ഇതാക്കി എടുക്കാനാണല്ലോ. അപ്പം ആ പരിപാടി നോക്കാം എന്തായാലും. അപ്പോൾ ഇനിയിപ്പം കറി ഒന്ന് സെറ്റാക്കി എടുക്കാം. അത് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുക. കുറച്ച് നേരമായി കഴിച്ച് തുടങ്ങി, തലവേനയൊക്കെ എടുക്കുന്നുണ്ട്. കറി ഇതാട്ടോ, കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്താക്കി, കായ്പോള സെറ്റാക്കി വെച്ച്. കായ്പോളിൻ്റെ സംഭവങ്ങളൊക്കെ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പണി ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി. ഇനിയിപ്പം ഈ കറിയിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കാനാണ് കേട്ടോ. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം അതും കൂടെ കഴിഞ്ഞാൽ കുറച്ച് നേരം ഇനി റെസ്റ്റാണ് ഗൈസ്, റെസ്റ്റ്. ചട്ടി ചൂടായിട്ടുണ്ട്. കറിയൊന്നും കുരുമുളക് ഞാൻ നല്ലോണം പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ, എനിക്കിങ്ങനെ ഇഷ്ടം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല, നമ്മുടെ ബീഫും കൂടെ ഒന്ന് അതിൽ ഒഴിച്ചു കൊടുത്താൽ സെറ്റാവും കേട്ടോ. കുറച്ച് ഗ്രേവി ഉണ്ട്, ഇനിയിപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് ഡ്രൈ ഫ്രൈ പോലെ ആക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പം ഇത്രയും ഗ്രേവി ഒന്നും നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഞാൻ കാണിച്ചു കണ്ട ഗൈസ്. നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആണ് ഉദ്ദേശിച്ചത്. ലേശം കുറച്ചൊരു ഗ്രേവി പോലെ ഉണ്ട്, പക്ഷേ ഭയങ്കര ലൂസായിട്ടുള്ള ഗ്രേവി ഒന്നുമല്ല, ഭയങ്കര തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താവട്ടെ, ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് വറ്റിയതിന് ശേഷം ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ അതന്നെ പണിയുള്ളൂ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മുടെ ബീഫ് നല്ല തിളച്ച് വരുന്നുണ്ട്. നല്ല തിളച്ച് ഗ്രേവി കുറച്ചും കൂടി ഒന്ന് വറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 2 കൊറിയർ വന്നിട്ടുണ്ട്. ഡ്രസ്സാണ് മീഷോ എന്നുള്ള, ഇതിൻ്റെ അൺബോക്സിങ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക. ഞാൻ വീഡിയോ എടുത്തിക്കില്ല, അതിന് മുന്നേ ഞാൻ പറയുന്നുണ്ടോ. ഇതിപ്പോൾ വന്നപ്പോൾ ഞാൻ വെറുതെ കാണിച്ചത് മാത്രം. ഇന്നലത്തെ കല്ലുമ്മക്കായ കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. കുറച്ച് അധികം ഉണ്ടായിരുന്നു, അപ്പോൾ വിചാരിച്ചു നാളത്തേക്കും കൂടെ പൊരിക്കാമെന്ന്. അങ്ങനെ ഇന്നലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, ഇന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കല്ലുമ്മക്കായൊക്കെ എടുത്ത് സെറ്റാക്കി ഫ്രൈ ചെയ്യായിരുന്നു കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്തു. അതിന് ശേഷം പത്തിരി ഉണ്ടാക്കേണ്ട പരിപാടിയിലേക്ക് പത്തിരിൻ്റെ മാവൊക്കെ കൊഴിച്ച് ബോൾ ചെയ്ത് വെച്ചു. പിന്നെ ഉമ്മ അംഗനവാടി വിട്ട് വന്നതിന് ശേഷമാണ് പത്തിരി ചുട്ടത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാനും പക്കുമ്മയും കൂടെ ഒന്ന് പുറത്തൊക്കെ നടന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ റോഡാണ്, ഞങ്ങളുടെ എന്നല്ല, നമ്മൾ മൊത്തത്തിലുള്ള റോഡാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യൽ. കായ്പോളയും കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ പച്ചമാങ്ങ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കല്ലുമ്മക്കായി, പിന്നെ പത്തിരി കോഴിക്കറി, അങ്ങനത്തെ കേട്ടോ. അതേപോലെ എനിക്ക് ലൈമാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് ലൈം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ലൈമും അതേപോലെ പാൽച്ചായക്കാണ്, ഈ ഓരോ തൂക്കിൽ പാൽച്ചായയും മറ്റേ ലൈമൊക്കെയാണ് കേട്ടോ. നമ്മൾ അൽഹംദുലില്ലാ ബാങ്കൊക്കെ കൊടുത്തു, നോമ്പൊക്കെ തുറന്നു. ഞാൻ ആദ്യം തന്നെ സാധാരണ എല്ലാവരും തന്നെ വെള്ളമോ കരയ്ക്കോ എന്തെങ്കിലും വെച്ചിട്ടാണ്. കരക്ക വെച്ച് ഞാൻ നോമ്പ് തുറക്കൽ കുറവാണ്. എനിക്ക് ഒന്നില്ലേ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും തണുത്ത ഐറ്റംസ് ഇടണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, കല്ലുമ്മക്കായ് മൈ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. അങ്ങനെ കല്ലുമ്മക്കായ് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കല്ലുമ്മക്കായ്. പിന്നെ നമ്മൾ അത് അന്ന് തന്നെ കൊണ്ടത് അന്ന് തന്നെ പൊരിക്കുന്ന ആ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടല്ലോ, അത് നമുക്കങ്ങനെ പിറ്റേന്ന് കിട്ടൂല. എന്നാലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കല്ലുമ്മക്കായൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ 3-4 ഗ്ലാസ് ലൈമും 1 ഗ്ലാസ് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഞാൻ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പത്തിരിയോ കാര്യങ്ങളോ അങ്ങനെ കഴിക്കലില്ല. ചിലപ്പോൾ ഒന്ന് കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല, ആ ഒരു രീതിക്കാണ് കേട്ടോ. അപ്പം ഈ ചെറുകടി ഉണ്ടെങ്കിൽ അതന്നെ കഴിച്ചിട്ട് നോമ്പ് തുറക്കലാണ് സാധാരണ. പിന്നെ ഞാൻ അങ്ങനെ കഴിക്കലില്ല, ചിലപ്പോൾ വിശന്ന രാത്രിയൊക്കെ എണീച്ചിട്ട് കഴിക്കുന്നല്ലാണ്ട്
പിന്നെ ശേഷം ഒരു ഗ്ലാസ് ചായയും കായ്പോളയൊക്കെ എടുത്ത് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കായ്പോള ഉണ്ടാക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിതെല്ലാം ഉമ്മാക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരാളേ അല്ല. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ ഓരോന്നോരോന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിലൊക്കെ സക്സസ് ആവുന്നുണ്ട്, മാഷാ അല്ലാ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പം എന്താ പറയുക, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ലാസ്റ്റ് ഒരു ഗ്ലാസ് ജ്യൂസും കാര്യങ്ങളൊക്കെ കുറിച്ച് അതിൻ്റെ ഇടയ്ക്ക് പക്കുമ്പോൾ വന്നിട്ട് അവൾക്ക് വേണമെന്ന് അറിയുന്നു കേട്ടോ. പച്ചമാങ്ങ ജ്യൂസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലത്തെ മാങ്ങ കുറച്ചും കൂടെ പഴുത്തതായതുകൊണ്ട് മധുരം ഉണ്ടായിരുന്നു. ഇത് കുറച്ച് പുളിയുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് കൊടുത്തപ്പോൾ ഒരു പുളിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് അവളെ മുഖത്തുള്ളത്. എന്നിട്ട് എന്നോടും കുടിച്ചിട്ട് ആ ഒരു എക്സ്പ്രഷൻ ഇടുന്നതാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനും അവളും കൂടെ കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളത് കഴിച്ചു. പിന്നെ ഉപ്പ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ നിന്ന് വരുന്ന സമയത്ത് അങ്ങനെ ഇപ്പോൾ പള്ളിയിൽ നിന്ന് നോമ്പും തുറന്ന് ഒക്കെ കഴിഞ്ഞു പുരയിലേക്ക് വന്നു. ഉപ്പയും കുടിച്ചു. പിന്നെ അതിന് ശേഷം നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ ഒരു രീതിക്ക് പോയിട്ടോ. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.